ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഹരിനാമകീർത്തനത്തിലെ അടുത്ത ഒരു പദ്യം നോക്കാം. എഴുത്തച്ഛൻ എന്ന മഹാഗുരുവിനെ പ്രണമിക്കുന്നു. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. ഗണേശായ നമ, സരസ്വതി നമ. അപ്പോൾ അടുത്ത പദ്യം നോക്കാം. പച്ചക്കിളിപ്പവിഴ പാൽവർണ്ണമൊത്ത നിറമിച്ചിപ്പവർക്കു ഷഡാധാരം കടന്നുപരി വിശ്വസ്ഥിതി പ്രളയ സൃഷ്ടിക്കു സത്വരജസ്തമോ ഭേദ ഹരി നാരായണായ നമാം. ഒരിക്കൂടെ ചൊല്ലാം. പച്ചക്കിളിപ്പവിഴ പാൽവർണ്ണമൊത്ത നിറമിച്ചിപ്പവർക്കു ഷഡാധാരം കടന്നുപരി വിശ്വസ്ഥിതി പ്രളയ സൃഷ്ടിക്കു സത്വരജസ്തമോ ഭേദരൂപ ഹരിനാരായണായ നമാം. ഇവിടെ ഈ ഒരു പദ്യത്തിൽ എഴുത്തച്ഛൻ നമുക്ക് പറഞ്ഞു തരുന്നത് ത്രിഗുണങ്ങൾ എന്ന് പറയും. സത്വരജസ്തമോ ഗുണങ്ങൾ അത് കടന്ന് ചെല്ലുന്നവന് മാത്രമേ ഈ ഷഡ്ചക്രങ്ങളെ കടന്ന് ആ ഒരു സഹസ്രാരത്തിൽ എത്താൻ കഴിയൂ എന്നും, നമ്മുടെ ശരീരത്തിൽ 6 ചക്രങ്ങളാണ് ഷഡ്ചക്രങ്ങൾ. അത് കടന്ന് സത്വഗുണത്തിലേക്ക് നീങ്ങുകയും അതിൽ നിന്ന് അപ്പോൾ ആദ്യം തമോ ഗുണത്തിൽ നിന്ന് രജോ ഗുണത്തിലേക്കും പിന്നീട് സത്വഗുണത്തിലേക്കും എത്തി പിന്നെ സഹസ്രാരത്തിലേക്ക് എത്തുന്ന ആ ഒരു ഷഡ്ചക്രോപരിയാണ്, ഷഡ്ചക്രങ്ങളുടെ ഉപരിഭാഗത്താണ് സഹസ്രാരമുള്ളത് എന്നുള്ള ആ ഒരു അറിവാണ് ഇതിൽ നമുക്ക് തരുന്നത്. അപ്പോൾ പിന്നെ ത്രിഗുണങ്ങളെ ത്രിഗുണങ്ങളെ മറികടന്ന് പോകുമ്പോൾ നമുക്ക് പിന്നെ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ രൂപത്തിൽ വിളങ്ങുന്നത് ഒരേ ഒരു ശക്തിയായ ഹരി ആണെന്ന് നമുക്ക് തെളിയുന്നു. അങ്ങനെ നമ്മളെ അതിലേക്ക് നയിക്കുന്ന ആ നാരായണനായിക്കൊണ്ട് നമസ്കാരം. അപ്പോൾ ഇതിലെ വരികൾ വായിക്കാം. പച്ചക്കിളിയുടെയും പവിഴത്തിൻ്റെയും പാലിൻ്റെയും നിറങ്ങൾക്ക് തുല്യമാണ് തമോ ഗുണം, രജോ ഗുണം, സത്വഗുണം. അത് പച്ച, ചുവപ്പ്, വെളുപ്പ് എന്നീ നിറങ്ങൾ അതിനെ പ്രതിനിധാനം ചെയ്യുന്നു. അപ്പോൾ ഈ 6 ആധാരങ്ങൾ, അത് ഷഡ്ചക്രങ്ങൾ കടന്ന് ബ്രഹ്മരന്ധ്രത്തിലൂടെ സഹസ്രാര പത്മത്തിൽ എത്തിച്ചേരുന്നതോടെ പ്രപഞ്ചത്തിൻ്റെ രക്ഷ, പ്രളയം, സൃഷ്ടി എന്നിവയ്ക്ക് വേണ്ട സത്വം, രജസ്, തമസ് എന്നീ ഗുണഭേദം അംഗീകരിച്ച് വിഷ്ണു, ബ്രഹ്മാവ്, ശിവൻ എന്നീ രൂപത്തിൽ വിളങ്ങുന്നത് ഒരേ ഹരി തന്നെ എന്ന് തെളിയും. ആ നാരായണനായിക്കൊണ്ട് നമസ്കാരം. കുറച്ച് കട്ടിയുള്ള ഒരു ഉപനിഷത്ത് തത്വമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എന്താണെന്ന് ചോദിക്കാൻ ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പ്രകൃതി എന്ന് പറയുന്ന സത്വരജസ്തമോ ഗുണങ്ങൾ നിറഞ്ഞതാണ്. അപ്പോൾ അതിനെ അതിവർത്തിക്കുന്ന, അതിനെ മറികടക്കുന്ന, അതിൻ്റെ ഉപരിയായിട്ട് നിൽക്കുന്നതാണ് പിന്നെ എന്താ പറയുക, സഹസ്രാര പത്മം. അപ്പോൾ അതായത് നമ്മുടെ ശരീരത്തിൽ തന്നെ ഷഡ്ചക്രങ്ങളെ കടന്നു പോകുന്ന ആൾക്ക് സഹസ്രാര പത്മത്തിലെത്തും. അവിടെയാണ് സ്ഥിരമായ ആനന്ദം ഉള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സത്വരജസ് തമോ ഗുണങ്ങൾ തന്നെയാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളായിട്ട് നമ്മൾ അതുപോലെ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരായിട്ടും വിളങ്ങുന്നത്. പക്ഷേ ഇത് മൂന്നും ഒന്ന് തന്നെയാണ്. ഇത് മൂന്നും ഒരേ ഹരിയിൽ കാണാം. ആ ഒരു വിഷ്ണുവിൽ ഇതെല്ലാം കാണാം എന്ന് നമുക്ക് തെളിഞ്ഞു വരുന്നു. അപ്പോൾ ആ ഒരു ഭഗവാനായിക്കൊണ്ട് ഇതിനെല്ലാം നമുക്ക് കാണിച്ചു തരുന്ന ആ ഒരു നാരായണനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് ഈ ഒരു പദ്യത്തിൻ്റെ അർത്ഥം. ഇപ്പോൾ കുറച്ച് എന്താ പറയുക, ആധ്യാത്മികമായിട്ട് കുറച്ച് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു പോർഷനാണിത്. അപ്പോൾ വായിക്കാം. എഴുത്തച്ഛൻ വളരെ ലളിതമായിട്ട് പറഞ്ഞു വയ്ക്കുന്ന കാര്യങ്ങളിൽ ഒരുപാട് ഉപനിഷത്ത് തത്വങ്ങളും ഒക്കെ അടങ്ങിയിരിക്കുന്നു. വായിക്കുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തോന്നുമെങ്കിലും അതിലൊരുപാട് തത്വങ്ങളുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു കുറച്ച് സ്പിരിച്വലായിട്ടുള്ള ഒരു ചെറിയ അറിവുണ്ടെങ്കിൽ അത് എളുപ്പം മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതിൽ പറയുന്നതിൻ്റെ അർത്ഥം സാത്വികമായ വിഷ്ണു ഭക്തി
വിഷ്ണു ഭക്തിയാണ് സാത്വികമായ ഭക്തി. അപ്പോൾ അതിൽ മുഴുകുന്നവർക്ക് ക്രമേണ മനസ്സ് ചിത്തം പ്രസന്നമാകുമെന്നും സത്വഗുണം കൊണ്ട് നിറയുമെന്നും പറയുന്നു. അതാണ് വെളുപ്പ് അതിനെ പ്രതിനിധീകരിക്കുന്നു. അപ്പോൾ പിന്നെ ശരീരത്തിൽ സർവത്ര പ്രകാശം നിറയുകയും സത്വബോധം വർദ്ധിക്കുമ്പോൾ ആ നമ്മുടെ ശരീരത്തിലെ ആ ഒരു കുണ്ഡലിനി ശക്തി എന്നൊക്കെ പറയുന്നുണ്ട്. അത് ആ പ്രാണശക്തി ഉയരുകയും അങ്ങനെ ആ സാത്വിക ഭക്തിയിലൂടെ ആ പ്രാണശക്തി ഉണർന്ന് ഓരോ ചക്രങ്ങളിലൂടെ 6 ചക്രങ്ങളാണ് നമ്മുടെ മൂലാധാരം, സ്വാധിഷ്ഠാനം, പിന്നെ മണിപൂരകം, അനാഹതം, വിശുദ്ധി ചക്രം, ആജ്ഞാചക്രം, ഇങ്ങനെ 6 ഷഡ്ചക്രങ്ങളിലൂടെ കടന്നുപോയി ആണ് പിന്നെ അതിന് മുകളിലാണ് സഹസ്രാര പത്മമുള്ളത്. അപ്പോൾ ഈ ഒരു പ്രാണശക്തിയെ ഇങ്ങനെ 6 ചക്രങ്ങളിലൂടെ കടത്തി വിട്ട് അതെങ്ങനെ നടക്കുമെന്ന് ചോദിച്ചാൽ അതിനാണ് ഓംകാരാദി ജപങ്ങൾ, ഓംകാരങ്ങളും നാമജപങ്ങളും പരിശീലിക്കുന്നവർക്ക് ഈ ഒരു ശക്തി, കുണ്ഡലിനി ശക്തിയെ ഉണർത്തി ആ ഒരു ഊർധ്വഗതി കൈവരിക്കാൻ അവർക്ക് കഴിയും. അത് യോഗികളൊക്കെ അത് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളത് നാരായണ ഗുരുദേവനെ പോലെയും അതുപോലെ എഴുത്തച്ഛനെ പോലെയൊക്കെ ഉള്ള യോഗികൾ, അവരെല്ലാം യോഗി തന്നെയാണ് എഴുത്തച്ഛൻ. കാരണം ആ ഒരു ഭഗവാനെ സാക്ഷാത്കരിച്ച, ഈശ്വര സാക്ഷാത്കാരം നേടിയ ആ ഒരു മഹാകവിയാണ് എഴുത്തച്ഛൻ. പച്ചക്കിളിപ്പവിഴ പാൽവർണ്ണ മൊത്ത നിറം ഇച്ചിപ്പവർ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പച്ച എന്നുള്ളതും തമോ ഗുണത്തെ കാണിക്കുന്നു, പവിഴം എന്ന് പറയുന്നത് രജോ ഗുണത്തെയും, പാൽവർണ്ണം എന്ന് പറയുന്നത് സാത്വിക ഗുണത്തെ കാണിക്കുന്നു, സത്വഗുണത്തെ കാണിക്കുന്നു. അങ്ങനെ ഇതിൻ്റെ ഉപരി അത് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഷഡാധാരം കടന്ന് പിന്നെ അതിന് മുകളിലായിട്ട് വരുന്ന ആ ഒരു സഹസ്രാര പത്മത്തിലേക്ക് എത്താം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ശ്ലോകത്തിലൂടെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു ത്രിഗുണങ്ങൾ എന്ന് പറയുന്നത് സത്വരജസ്തമോ ഗുണങ്ങൾ, അത് വെളുപ്പ്, ചുവപ്പ്, കറുപ്പ് എന്നീ വർണ്ണങ്ങളാണ് അത് പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പോൾ പ്രാണഗതി മുകളിലേക്ക് ഉയരുന്നതോടെ വർണ്ണവൈവിധ്യങ്ങൾ എല്ലാം, അപ്പോൾ പ്രാണഗതി ഉയരുന്നതിനനുസരിച്ച് വർണ്ണവൈവിധ്യങ്ങൾ ഒരു യോഗിക്ക് അനുഭവപ്പെടുമെന്നും അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് അതെല്ലാം മാറി, അപ്പോൾ പ്രാണഗതി ഉയരുന്നതോടുകൂടി അതെല്ലാം മാറി സത്വഗുണത്തിൻ്റെ വെണ്മ മാത്രം അവശേഷിക്കുന്നു. അതാണ് ഈ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം. ഈ ഒരു പദ്യം അതാണ് പറയുന്നത്. അപ്പോൾ ബ്രഹ്മരന്ധ്രം എന്ന് പറയുന്നത് ഷഡ്ചക്രങ്ങളുടെ മുകളിലാണ്, നമ്മുടെ ആ ഒരു പിന്നെ ഈ ഭാഗത്തായിട്ട് വരും. അപ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ ഭാഗം വളരെ സോഫ്റ്റായിരിക്കും. അപ്പോൾ ഈ ഭാഗത്താണ് ബ്രഹ്മരന്ധ്രമുള്ളത്. അപ്പോൾ ആ ബ്രഹ്മരന്ധ്രത്തിലൂടെയാണ് ഈ കുണ്ഡലിനി ശക്തി മുകളിലേക്ക് ഉയരുന്നത്. പിന്നെ അവിടെ ആ ബ്രഹ്മരന്ധ്രത്തിൻ്റെ മുകളിലാണ് സഹസ്രാര പത്മം ഉള്ളത് എന്നാണ് ഈ ഒരു ശ്ലോകം പറഞ്ഞു തരുന്നത്. പിന്നെ പറയുന്നു, അങ്ങനെയൊക്കെ അതിൻ്റെ ആ 3 ത്രിഗുണങ്ങളെ അതിജീവിച്ച യോഗി ആ ഒരു ബ്രഹ്മസത്യം അത് അനുഭവിക്കുന്നു, അല്ലെങ്കിൽ ബ്രഹ്മസത്യത്തെ അറിയുന്നു. അപ്പോൾ നമ്മൾ സാധാരണ ത്രിഗുണങ്ങളെന്ന് പറയുമ്പോൾ ശിവൻ തമോ ഗുണത്തിൻ്റെ മൂർത്തിയായിട്ടും, വിഷ്ണു സത്വഗുണത്തിൻ്റെ മൂർത്തിയായിട്ടും, പിന്നെ ബ്രഹ്മാവ് രജോ ഗുണത്തിൻ്റെ മൂർത്തിയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ഒരേ ബ്രഹ്മസത്യം തന്നെയാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരായിട്ട് ഇരിക്കുന്നത് എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒരേ ഒരു ബ്രഹ്മം തന്നെ, ആ സത്യം തന്നെയാണ് ഇവിടെ എന്താ പറയുക, വിഷ്ണു മഹേശ്വരന്മാരായിട്ട്, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരായിട്ടും സൃഷ്ടിസ്ഥിതി സംഹാരം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിനകത്തും കാണാം, പ്രപഞ്ചത്തിലും കാണാം. പ്രപഞ്ചം ഉണ്ടായി നിലനിന്ന് അവസാനം പ്രളയത്തിലില്ലാതെയാവുന്നു, അതാണ് സംഹാരം.
അപ്പോൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ സൃഷ്ടി, പിന്നെ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ സ്ഥിതി, പിന്നെ സംഹാരം. അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഓരോ കോശങ്ങളും അതുണ്ടാവുന്നു, അത് വികസിക്കുന്നു, അത് നിലനിൽക്കുന്നു. ഒരു മനുഷ്യൻ അല്ല, പിന്നെ ഓരോ കോശങ്ങളും തന്നെ ഉണ്ടാവുന്ന കോശങ്ങൾ ഇല്ലാതെയാവുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ അതൊക്കെ തന്നെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ കാണിക്കുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് സത്വരജസ്തമം തമസ്, സത്വഗുണം, തമോ ഗുണം, രജോ ഗുണം, ഇവ പ്രകൃതിയുടെ 3 ഗുണങ്ങളാണ്. ഇത് ഒരേ പരംപുരുഷനെ തന്നെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്നും ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെന്ന് 3 പേരുകൾ കൊണ്ട് നമ്മൾ അറിയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം ഒരേ ഹരി തന്നെയാണ്. അതാണ് ഭഗവാൻ പരമാത്മാവ്. ഈ ഒരു സത്യത്തെ സാക്ഷാത്കരിക്കുന്നതിനെയാണ് ഈശ്വര സാക്ഷാത്കാരം എന്ന് പറയുന്നത്. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഒരുപാട് സാധന അനുഷ്ഠാനങ്ങൾ കൊണ്ട് നടക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ആ ഒരു സത്യത്തിലേക്ക് എത്താൻ കഴിയൂ. നമ്മൾ അലസമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ആ ഒരു ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ ഈശ്വരനെ അറിയാൻ കഴിയില്ല. അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പദ്യമൊരിക്കൽ കൂടെ ചൊല്ലാം. പച്ചക്കിളിപ്പവിഴ പാൽവർണ്ണമൊത്ത നിറമിച്ചിപ്പവർക്കു ഷഡാധാരം കടന്നുപരി വിശ്വസ്ഥിതി പ്രളയ സൃഷ്ടിക്കു സത്വരജസ്തമോഭേദരൂപഹരി നാരായണായ നമ. 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 ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. ഈ ഒരു പദ്യം ഭഗവാൻ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഓം തത്സത്.